അർജന്റീന നാഷണൽ ടീമിൽ നിന്ന് ഒരു താരം ഇപ്പോൾ തന്നെ വിരമിക്കേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു താരമാണ് ഏഞ്ചൽ ഡി മരിയ. കാരണം കരിയറിൻ്റെ ബെസ്റ്റ് സമയത്തിൽ തന്നെയാണ് അദ്ദേഹം കളത്തിൽ നിന്ന് വിട വാങ്ങിയത്. ഒരുപക്ഷെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം, ഫാൻസിനൊക്കെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിട പറയൽ, അർജന്റീനയിൽ ദേശീയ ടീമിൽ നിന്നുള്ള വിട പറയൽ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ബെനഫിക്കയിൽ അദ്ദേഹം തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി വരാൻ കാരണം അദ്ദേഹം മാൻ ഓഫ് ദ മന്ത് അവാർഡ് ഇപ്പോൾ ഏറ്റുവാങ്ങിക്കുകയാണ്. അത്രയും മികച്ച പെർഫോമൻസ് ഇപ്പോൾ അദ്ദേഹം കളത്തിൽ കാണിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണത്. അർജന്റീനയൊക്കെ കൂടുതലും അദ്ദേഹത്തെ ഇപ്പോൾ പല ഘട്ടങ്ങളിലും നിർണായക മത്സരങ്ങളിൽ അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ബ്രസീൽ ഫാൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതൽ ഓർത്തിരിക്കുക എഡേഴ്സിനെ കബളിപ്പിച്ചിങ്ങാണ്ട് അവർക്ക് ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രോഫി, ആദ്യമായിട്ട് മീൻസ് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ട്രോഫിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ട്രോഫി നേടിക്കൊടുത്ത ആ ഒരു കിക്ക്, എഡേഴ്സിനെ കബളിപ്പിച്ച് വലയിലേക്ക് എടുത്ത ആ ഒരു കിക്കായിരിക്കാം ഒരുപാട് ആളുകളുടെ മനസ്സിലുള്ളത്. ഒരുപാട് ബ്രസീലിൻ്റെ നെഞ്ചെടുപ്പ് കൂട്ടിയ സമയം കോപ്പ അമേരിക്ക ഫൈനലിലാണ് ആ ഒരു മികച്ച ഒരു ഗോൾ പിറന്ന് ഏഞ്ചൽ ഡി മരിയയുടെ നേതൃത്വത്തിൽ അന്ന് ബ്രസീലിനെ തോൽപ്പിച്ച് അവർ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ട് അവർ ഒരു ട്രോഫി നേടി. ഏതായാലും ഇപ്പോൾ ഡി മരിയയുടെ മൊത്തത്തിലുള്ള കരിയർ സ്റ്റാറ്റസ് എടുക്കുകയാണെങ്കിൽ 934 മത്സരങ്ങളിൽ 221 ഗോളുകളും 304 അസിസ്റ്റുകളും, ഗോൾ സ്കോർ ചെയ്യലും അതുപോലെ ഗോൾ അടിപ്പിക്കലും ഒരേ ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു താരം. അർജന്റീനയ്ക്ക് വൻ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ. ഏതായാലും മെസ്സിയെ പോലെയൊക്കെ അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ടീമിൽ അവൈലബിൾ ആകായിരുന്നു. ഏതായാലും കരിയറിൻ്റെ നല്ല സമയത്ത് തന്നെ അദ്ദേഹം കളത്തിൽ നിന്ന് വിടവാങ്ങി. അദ്ദേഹം നേടേണ്ട പലതും നേടിക്കൊടുക്കേണ്ട പലതും നേടിക്കൊടുത്ത്, നേടേണ്ട പലതും നേടിയിട്ട് തന്നെയാണ് കളത്തിൽ നിന്ന് വിടവാങ്ങിയത്. വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ളത് അദ്ദേഹം ഒരു കരിയറിൻ്റെ ഒരു ഫുട്ബോൾ താരത്തിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നേടണമെന്ന് ആഗ്രഹിച്ച വേൾഡ് കപ്പ് പോലുള്ള ട്രോഫികളൊക്കെ നേടിയിട്ട് തന്നെയാണ് അദ്ദേഹം കളം വിട്ടത് എന്ന് അദ്ദേഹത്തിന് ആശ്വസിക്കാം. ഇപ്പോൾ ബെനഫിക്കയിൽ അദ്ദേഹം തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെനഫിക്ക അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ട ക്ലബ്ബാണ്. കുറച്ച് മുന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സൗദിയിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, മികച്ച ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഐ ലവ് ബെനഫിക്ക എന്നുള്ളൊരു സംസാരം. എനിക്ക് സൗദിയിൽ നിന്ന് ഓഫർ വന്നിട്ട് ഞാനത് സ്വീകരിച്ചില്ല, എനിക്ക് ബെനഫിക്കയിലെ ഇഷ്ടമായിരുന്നു, ബെനഫിക്കയിൽ പോകാനായിരുന്നു താല്പര്യം എന്നുള്ളൊരു സംസാരം അദ്ദേഹം സംസാരിച്ചു. ഏതായാലും അദ്ദേഹം കരിയറിൻ്റെ അവസാന ഘട്ടത്തിലും അല്ലെങ്കിൽ കരിയറിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലും ബെസ്റ്റ് പെർഫോമൻസിൽ തന്നെ കളത്തിൽ തുടരുകയാണ്. കുറച്ചു കാലം കൂടിയൊക്കെ അദ്ദേഹത്തിൻ്റെ കളി നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ ഒരു വിശ്വാസം. ഏതായാലും അർജന്റീന താരങ്ങൾ മെസ്സിയെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു താരമായിരിക്കും ഒരുപക്ഷെ ഏഞ്ചൽ ഡി മരിയ, അല്ലേ?